ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അച്ചാറുകളാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനന്ന് ഉണ്ടാക്കിയ അച്ചാർ ഞാൻ 2 ദിവസം അത് പുറത്ത് വെച്ചു. നല്ലപോലെ പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യുള്ളൂ. ഇത് പുറത്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. 2 നേരം 3 നേരം ഒന്ന് സ്പൂണിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, മസാലയെല്ലാം നല്ലപോലെ ഈ ചിക്കനിലോട്ടും പ്രോൺസ് എന്താ നമ്മൾ ഏത് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും മസാലയൊക്കെ. അതിന് വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ പാക്കിംഗ് ഒക്കെ ആയി തുടങ്ങി കുപ്പിയെല്ലാം എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും ബോട്ടിലുകളാണ് എടുത്തിട്ടുള്ളത്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം തുടച്ച് വൃത്തിയാക്കി. നമ്മൾ ഇത് തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഒരു തുണി എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടാവുമല്ലോ, അത് ഒരു 4ആയി മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ ബോട്ടിലിൻ്റെ ഉള്ളെല്ലാം നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു ഇത്തിരി നല്ലെണ്ണ, 1 സ്പൂൺ നല്ലെണ്ണ ഇതിനകത്ത് ചൂടാക്കി തണിഞ്ഞതിന് ശേഷം, അതും തണുക്കണം, നല്ലപോലെ എണ്ണ തളിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ കേടാവാതിരിക്കാനായിട്ട്. നമ്മൾ അച്ചാർ ഇടുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേ ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മേലോട്ടാണ് ഈ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ എന്ന് എള്ളെണ്ണ എന്നും ഒക്കെ പറയുമല്ലോ. അതിന് ശേഷം ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, കവറിങ് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പാക്കിംഗ് മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അയൺ ബോക്സ് വെച്ചിട്ടാണ് പ്രസ് ചെയ്യുക. അപ്പോൾ അയൺ ബോക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ നല്ലപോലെ പ്രസ്സായി കിട്ടുകയും ചെയ്യും. നമുക്ക് വലിയ പൈസ ചിലവുമില്ല. അതേസമയം ഈ പ്രസ്സിങ് മെഷീനൊക്കെ മേടിക്കണമെങ്കിൽ ഭയങ്കര ചാർജല്ലേ. ഇപ്പോൾ എൻ്റെതെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ഇതായതുകൊണ്ട് മാത്രം ഞാൻ അയൺ ബോക്സ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കറും കൂടി അതിൻ്റെ മേലോട്ട് ഒട്ടിച്ച് കൊടുത്തു. ഓരോന്നിൻ്റെ മേലെയും പ്രത്യേകമായിട്ട് ഒട്ടിച്ച് കൊടുത്ത്. ഈ കോഫിപ്പൊടി കളറ് അടപ്പുള്ളതെല്ലാം ഞങ്ങൾ മീറ്റ് ഒക്കെയാണ്, ഫിഷ്, പിന്നെ ചിക്കൻ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ചിക്കൻ അച്ചാർ, മീനച്ചാർ, ഇങ്ങനത്തെ ഉള്ളതാണ് ബ്രൗൺ കളർ അടപ്പ് കാണുന്നത്. അതേസമയം ഗ്രീൻ കളർ എന്നുള്ളത് നമ്മൾ നാരങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, ലെമൺ, വടുവപ്പുളി, ഇങ്ങനെ കുറേ അച്ചാറുകളും അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. പലതരം അച്ചാറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കാണിക്കാം എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് ഓർത്തിട്ടാണ് ഇന്നേക്ക് ഇത് കാണിച്ചത്. അപ്പോൾ താങ്ക് യു.